ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പൊ നല്ല എനർജിയിലൊക്കെയാണ് വന്നാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു കിടിലം മഴ അങ്ങോട്ട് പെയ്തു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർപ്പായിട്ട് അങ്ങോട്ട് പെയ്തു. ഒരു 3-4 മണിക്കൂറോളം മഴ അങ്ങോട്ട് പെയ്തു. നിങ്ങൾ ഈ കാലാവസ്ഥ നോക്കിയാ ഇത് കണ്ടില്ലേ, മൊത്തം എന്താ നല്ലൊരു മൂഡിലും കാര്യങ്ങളുമായിട്ടൊക്കെ. നമ്മള് വെളുപ്പിന് പുലർച്ചെ എണീക്കൂലേ, അപ്പൊ ആ ഒരു കാലാവസ്ഥ പോലെ ഉണ്ട്. ഇപ്പൊ ഇവിടെ സമയം 12 മണിയായിട്ടാ. 12 മണിയുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. കൂടാതെ നല്ല തണുപ്പും. ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്നോ വീഴുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. കാര്യം അത്ര തണുപ്പുണ്ട്. -1 ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ബെൽഗ്രേഡിൽ. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. ഇതാണ് ഹോൾ പാർക്ക്. മഴ വന്നപ്പോൾ ഓടിക്കയറിയതാ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത്, നമ്മള് കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാര്യം മഴ വന്ന് നമുക്ക് മല കയറാനൊന്നും പറ്റില്ല. ട്രക്കിങ്ങും കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തതാ. അപ്പൊ ഇന്ന് ഏതായാലും അത് ഉപേക്ഷിച്ച്, കാര്യം മഴ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് സെർബിയയിലെ തന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ബെൽഗ്രേഡിൽ വന്നാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഫോർട്രസ് എന്നാണ് ഇവിടെ പറയുന്നത് ആ സ്ഥലം മൊത്തം ഇരിക്കുന്നത്. അപ്പൊ അവിടെ പാർക്കും അതുപോലെ തന്നെ 450 അടി മുകളിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതെന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മളുടെ ആ ഹോട്ടലിന്റെ ഇവിടെ നിന്ന്. അപ്പൊ ബാക്കി അങ്ങോട്ട് പോകാനുള്ള വേസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മളിന്ന് പോകുന്നത് ബസ്സിനാണ്. അവിടെ നമ്മുടെ കലാവേദൻ പാർക്കിന്റെ എൻട്രൻസ് എത്തട്ടെ. ഇതാണ് കലാവേദൻ പാർക്കിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരും അതുപോലെ തന്നെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ട്രീ ആണ്. ഇതാണ് അപ്പോ കലാവേദൻ പാർക്ക്. നമ്മൾക്ക് പോകേണ്ടത്, നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ സൗത്ത് ഇതായിരുന്നു പണ്ടത്തെ മിലിറ്ററിയും അതുപോലെ തന്നെ ഓൾഡ് ബെൽഗ്രേഡ് എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. പണ്ടത്തെ മിലിറ്ററികളൊക്കെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഒരുപാട് മിലിറ്ററികൾ ഉണ്ടായിരുന്നു. ഇറ്റാലിയൻ, ഫ്രഞ്ച്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മിലിറ്ററീസ്. അപ്പൊ ആ ഒരു ഓൾഡ് ബെൽഗ്രേഡിന്റെ എന്താ പറയാ അടിയിലാണ് നമ്മളിങ്ങനെ ചവിട്ടി നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ വേറൊരു പണ്ടത്തെ ആ ഒരു ഓൾഡ് ബെൽഗ്രേഡ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഈ കടയിൽ നമുക്ക് ആ കടയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറെ നല്ല ക്ലോത്തും അതുപോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ആ ഒരു സാധനം പരിചയപ്പെടുത്തി തരാം. മിലിറ്ററിക്കാരുടെ തൊപ്പി ഇവിടെ ഉണ്ട്, പണ്ടത്തെ സെർബിയൻ മിലിറ്ററി. അപ്പൊ എനിക്ക് ഈ കടയിൽ കുറച്ചുകൂടി എന്താ പറയാ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ട് ഈ ക്യാപ്പാണ്. അതുണ്ടല്ലേ 2-3 ക്യാപ്പുകളുണ്ട്. ഇതാണ് ഓൾഡ് ഇവിടുത്തെ സോൾജിയേഴ്സ് ഓഫീസേഴ്സിന്റെ ക്യാപ്പാണിത്. അടിപൊളി സാധനം. ഇങ്ങനെ എടുത്ത് വെക്കാം കണ്ട. അതുപോലെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതായിരുന്നു ഇവിടുത്തെ സോൾജിയേഴ്സ് വെച്ചിരുന്ന വെച്ചത്. നമ്മുടെ ഓൾഡ് സോൾജിയേഴ്സ് കേട്ടോ. സെർബിയൻ സോൾജിയർ. ഇതാണ് ചിഹ്നം, വിക്ടറി ചിഹ്നം. പൊളി സാധനമല്ലേ. അവര് ചിരിക്കണേ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട്.
അവിടെ മഴ തുടങ്ങിട്ടാ, ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം, കൂൾ സ്ഥലം. അപ്പുറം പുറമൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്റെ ഈ ബാക്കിൽ കണ്ട ഒരു അടിപൊളി സ്റ്റാച്ചു കൂടെ നിൽപ്പുണ്ട്. അല്ല ഫ്രാൻസ് എന്നാണ് എന്റെ പേര്. എന്താന്ന് വെച്ചാല് പണ്ട് കാലത്ത് സെർബിയയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസ് സോൾജിയേഴ്സ് ഇവിടെ ഒരുപാട് പോരാടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സൂചകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകമുണ്ട് ഈ പറഞ്ഞ അല്ല ഫ്രാൻസ്. അതും ഇപ്പോഴും കണ്ടില്ലേ അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് കാണാം. ഇതിലങ്ങോട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കാണ്. കുട്ടികൾക്കുള്ള ജുറാസിക് പാർക്കാണ്. വലിയ ഡിനോസറും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ വളരെയധികം സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എന്റെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെന്നീസ് കോർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. അതിൽ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളായിട്ട്. കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ സീസോൺ കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പൊ അവർ ചില സമയങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കും ഇരുന്ന് കാണാനൊക്കെ പറ്റിയ ഒരു പാർക്കാണ്. ഓക്കെ, നല്ലൊരു ജുറാസിക് പാർക്ക്. കണ്ടപ്പോ ജയിലുണ്ട് ഇവിടെ. എന്തായാലും പോലീസല്ലോ അല്ലേ? കണ്ടാ ചെറുതും വലുതായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് വിന്യാസങ്ങൾ. താങ്കൾ അടുത്തോട്ട് പോവാം. അപ്പൊ ഇതായിരുന്നിട്ട് പണ്ടത്തെ ഈ വാള് കണ്ട ഇങ്ങനെ വലിയൊരു മതിലേക്ക്. ഇതായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ കോട്ടയെന്ന് പറഞ്ഞൊരു വൻകോട്ട. അതിന്റെ ഏറ്റവും പൊക്കത്തൊരു ടവർ പോലെ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അതാണ് സഗത് കുള കേട്ടോ. സഗത് എന്ന് പറയുന്ന ഒരു സമയമാണ്, വാച്ച് ടവർ എന്നാണ് നോർമലി. അതുപോലെ തന്നെ ഈ പറയുന്ന വാളിന്റെ ചുറ്റും കുറെ അവിടെ നിന്ന് ചെറിയ ചെറിയ ടവേഴ്സ് കണ്ട, അതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. നമ്മുടെ അടപ്പില് നമ്മുടെ അവിടുത്തെ പുകയില്ലാത്ത അടപ്പിന്റെ പൊക്കത്ത് പണിയില്ല, അപ്പൊ അതേപോലത്തെ സാധനം പോലെ അവിടെ നിന്നായിരുന്നു കേട്ടോ പണ്ട് ഇവര് അറ്റാക്ക് ചെയ്തിരുന്ന വെച്ചാൽ കാര്യങ്ങളൊക്കെ. അറ്റാക്ക് ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടിയായിരുന്നു അമ്പ് ചെയ്തിരുന്നച്ചും വെടി വെച്ചിരുന്നച്ചും അങ്ങനത്തെ പരിപാടികളൊക്കെ. എന്തായാലും സംഭവം സെറ്റപ്പാ. നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ കോട്ട എന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവം. സാധനം വന്നേക്കണോക്കെ പട്ടി വന്നേക്കണോക്കെ രണ്ടെണ്ണം. ഇത് എങ്ങനെയുണ്ട്? അടിപൊളി. എന്റെ മുന്നേ ഇത് മാനാണ്, മാനാണോ പട്ടിയാണത്? അവനെ ഇട്ട് മറിനോ മറിനോ ഇതുണ്ട് ഇവിടത്തെ ഈ കോട്ട വാതിരി കണ്ട. നമ്മളിപ്പോ ഒരു സിനിമയിലൊക്കെ കാണില്ലേ മറ്റേ മറ്റേ കോട്ട വാതിരി, അതേപോലത്തെ ഐറ്റം. ഈ സാധനം പൊളിച്ചിട്ടോണ്ട് ഉള്ളിലോട്ട് നടക്കാം. പൊളിക്കാൻ പറ്റൂല, മെറ്റലാണ് മൊത്തം മെറ്റല്. എന്താ വലിയൊരു അപാര സംഭവം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കണ്ടില്ലേ, ഉള്ളോട്ട് കയറും തോറും ചെറിയ അറവാടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരോ അറയിലും ഓരോരോ സംഭവം കാണാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മ്യൂസിയം കൂടിയാണ്.
ഇത് ഗാലറിൽ നോക്കിയിട്ടുണ്ടോ? ഇത് നോക്കി, ഇതെന്താ ഇതില്ല, ഇത് ബോട്ടിൽ മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് പണ്ട് കാലത്ത് ഗവൺമെന്റിനെ അതുപോലെ തന്നെ ഭാര്യനെയൊക്കെ ചേർന്നിട്ട് ഇതുപോലെ തന്നെ അല്ല മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അതായത് ബലാത്സംഗത്തിൽ നിന്നും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇവിടെ ഗേൾസിനെ രക്ഷപ്പെടുത്തിരുന്നിട്ട് പണ്ട് കാലത്ത് ഇതുപോലത്തെ ഡ്രസ്സായിരുന്നു ഇടിപ്പിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സിമ്പിളാണ് ഈ ഒരു ഗാലറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഓരോരോ ആചാരങ്ങളെ എന്തായാലും സംഭവങ്ങളാ ഇരുമ്പിട്ട് പൂട്ടി ഒരു സംഭവം കണ്ടേ, അങ്ങനെ ഇരുമ്പും പൂട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞാനിവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വേറെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാ. അതെ, ഇവിടെ ഒരുപാട് മറ്റേ വെടിക്കോപ്പുകൾ കിട്ടാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 4ാം ലോക മഹായുദ്ധത്തിൽ സെർബിയൻസ് പല രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത സംഭവങ്ങളാണ്. ഇത് മറ്റേ ഹംഗറിയുടെ വെടിക്കോപ്പാണ്. അതുപോലെ തന്നെ അപ്പുറം അമേരിക്കയുടെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ കുറെ രാജ്യങ്ങളുടെ ഉണ്ട്. പറയാതെ കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വെടപ്പം സാധനോടാ. അപ്പൊ ഈ സാധനം കണ്ട, ഈ മിസൈലുകളാണ് പണ്ടല്ല 1999 അമേരിക്ക സെർബിയയിലേക്ക് അതായത് ബെൽഗ്രേഡിലേക്ക് പോകുമ്പോഴാനായിട്ട് ഫ്ലൈറ്റുകൾ വന്നപ്പോൾ ആ ഫ്ലൈറ്റുകളെയൊക്കെ അടിച്ചിട്ട മിസൈലാട്ടോ ഈ കാണുന്നത്. നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫോട്രസ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്ലേസ് ഇതായിക്കോട്ടെ. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നത്. കൂടുതലും ഞായറാഴ്ച വീക്കെൻഡ്സാണ് ഇവിടെ ആളുകൾ വരുന്നത്. കണ്ടില്ലേ, ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പൊ ഇതിന്റെ അവസാനത്തെ സ്ഥലത്തെത്തിട്ട് നമ്മള് ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇവർ പിടിച്ചെടുത്ത കേട്ടോ. 18ാം സെഞ്ചുറിയിലെ യുദ്ധം ഉണ്ടായിരുന്നപ്പോ പിടിച്ചെടുത്ത കാനോണാണ്. മറ്റേ കണ്ടത് കണ്ട പല പല വീരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കിടിലൻ സംഭവിപ്പോ കേട്ടോ. ഒറിജിനൽ സാധനം അടിപൊളി. ഇതൊരുപാട് സംഭവം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണ്ടില്ലേ കോട്ടയുടെ പുറത്തിറങ്ങിയ നമ്മള് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കാണാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഇപ്പൊ നേരെ കാണുന്നതാണ്, അങ്ങോട്ട് പോകുന്നതാണ് വ്യൂ പോയിന്റ് കേട്ടോ. അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മൾ എന്തോരം മുകളിലാണ് നിൽക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാനായിട്ട് ഇതാണ് ഇതല്ലേ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ പണ്ട് കാലത്തെ തുർക്കി സുൽത്താൻ പട നയിച്ചിട്ട് സെർബിയയിലോട്ട് വന്നിട്ട് സെർബിയ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സുൽത്താന്റെ മാണിരുന്ന സമയത്ത് സുൽത്താന സെർബിയക്കാര് തട്ടി മർഗയ അങ്ങനെ കൊന്നിട്ട് എന്നാലും അവർക്ക് സുൽത്താനുള്ള റെസ്പെക്ട് കാരണമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ചവടക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്മാരകമാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. അവിടെ ഫ്ലാഗ് കണ്ട തുർക്കിഷിന്റെയും സെർബിയയുടെയും ഫ്ലാഗ് അവിടെ കാണാം. അതുപോലെ തന്നെ അവരുടെ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്, നമുക്ക് അവിടെ കാണാം.
അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി സംഭവം. ഇതിന്റെ ഉള്ളില് നമുക്ക് ജസ്റ്റ് വന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം, ജനലുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇത് ഓപ്പൺ ഒന്നുമല്ല, ചെറുത് ഇങ്ങനെ നോക്കാം നമുക്ക്. അപ്പൊ അതിന്റെ ആളുടെ ഇപ്പോഴും അടക്കിയിരിക്കുന്ന ഇത് ഇപ്പോഴും കാണാൻ കണ്ടില്ലേ. തുർക്കിയിൽ നല്ല അവരുടെ ആ ഒരു എന്താ പറയാ ആ റിലീജിയന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ സംസ്കരിച്ച ഇത് നമുക്ക് കാണാം. ഇത് നമുക്ക് അങ്ങനെ മുന്നോട്ട് നടക്കാം. കാര്യം ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനേ വലിയ സംഭവം. കാര്യം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കാറ്റ്. ഇപ്പൊ നേരെ കാണുന്നതാണ് ഇവിടുത്തെ താരതി പോലൊക്കെ പറയുന്നത് ആ ഒരു സംഭവം. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും നമ്മൾ എന്തോരം മുകളിലാണ് നമ്മള് നിൽക്കണേന്ന് നമുക്ക് മനസ്സിലാവും. നല്ല ചില്ലായിട്ടുള്ള സ്ഥലം കേട്ടാ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെടുന്ന സ്ഥലങ്ങളാണ്. ഇത് നമ്മൾ കാണുന്നത് സാവ നദിയുടെ തീരത്തുള്ളൊരു സ്ഥലമുണ്ട്. സാവ റിവർ എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയാനുള്ള സ്ഥലത്തോട്ട് വന്നേക്കാനായിട്ട് ഇവിടെ എന്താണെന്നറിയോ, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. രണ്ട് നദികള് കൂടിച്ചേരുന്ന ഒരു സ്ഥലം കേട്ടോ. ആ കാണുന്നതാണ് സാവ. ഈ ഇവിടെ ആ കാണുന്ന ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മുടെ സാവ നദിയും ദുനോപ്പ് എന്ന് പറയുന്ന നദികളും തമ്മിൽ കൂടിച്ചേരുന്നത്. പുരുഷനും സ്ത്രീയും പോലെയാണ് ഒരു കണക്കാക്കുന്നത് രണ്ട് നദികളും. ഇപ്പൊ ഇവിടെയാണ് അവരുടെ സംഘം. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ലോക്കുകൾ വെച്ചിട്ടുണ്ട്. ഇത് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്ന ലവേഴ്സ് ലോക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ കൂട്ടിയിട്ടാക്കി അങ്ങോട്ട് വലിച്ചെറിയും, നദിയിലേക്ക് വലിച്ചെറിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുന്നിന്റെ അടിയിലേക്ക് അങ്ങനെ എറിയും. അപ്പൊ അവരുടെ പ്രണയം പൂവണിയും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് കേട്ടോ. മറ്റൊരു ഇതൊരു ചരിത്രം മാത്രം, നമുക്കറിയില്ല. ഇവിടെ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ്. ഇതിന്റെ ഏറ്റവും അടിയിൽ കണ്ടോ മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബോട്ടുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ക്ലബ്സ്, ഒഴുകുന്ന നൈറ്റ് ക്ലബ്സുകളും ഇവിടെ ഉണ്ട്. ഇപ്പൊ കൊറോണ കാരണം അതൊന്നും പ്രവർത്തനമല്ല. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതൊക്കെ കാണാം. ഇതുണ്ട് ഒരുപാട് ലോക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ. നല്ല കാറ്റും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്ഥലം കേട്ടോ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് നിറഞ്ഞൊരു സ്ഥലം. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലേ. എന്തായാലും ഒരു പീസ്ഫുൾ സ്ഥലം. ഇതാണ് കലാവൻ പാർക്ക് അല്ലെങ്കിൽ ഫോർട്രസ് എന്ന് പറയുന്നതിൻ്റെ എൻഡ്. ഇവിടെ വെച്ച് നമ്മൾ പരിപാടികളെല്ലാം കണ്ട് തീർക്കുന്നത് ഇവിടെയാണ്. സെർബിയയിൽ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരുന്നവരെല്ലാവരും വിജയശ്രീലാളിതരാകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് സെർബിയൻസിന്റെ വിജയഗാഥകൾ ഉണർത്തുന്ന സ്ഥലമാണിത്. നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാച്ചു വിന്നർ എന്നാണ് ഇവിടെ ആ സ്റ്റാച്ചുവിൻ്റെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പുതിയ യാത്രകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.